ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കാറുള്ളൊരു ഏരിയയാണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് സസ്പെൻസ് അക്കൗണ്ട്, എങ്ങനെ എറേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാം. എഫ് എയിൽ വെരി ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. നിങ്ങൾ എഫ് ആറിലോട്ടും എസ് ബി ആറിലോട്ടൊക്കെ ആവശ്യമുള്ളൊരു ഏരിയയാണ്. നമുക്ക് എറർ വന്നാൽ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എന്താണ് സസ്പെൻസ് അക്കൗണ്ട്, എങ്ങനെ എറർ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ എന്താണ് സസ്പെൻസ് അക്കൗണ്ട്? ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സെയിൽസ് ഇൻവോയ്സ് നമ്മൾ ഒരു ക്രെഡിറ്റ് കസ്റ്റമറിന് അയച്ചു. നാളെ നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോയി, നിങ്ങളുടെ മുൻപിൽ ഒരു സെയിൽസ് ഇൻവോയ്സ് വന്നു. നിങ്ങൾക്ക് ആ സെയിൽസ് ഇൻവോയ്സ് അക്കൗണ്ട് ചെയ്യണം. സാധാരണ ബിസിനസ്സുകളുടെ സെയിൽസ് നടക്കാറുള്ളത് ക്രെഡിറ്റ് സെയിലാണെന്ന് അസ്യൂം ചെയ്യാം. സോ ക്രെഡിറ്റ് സെയിൽ വരുമ്പോൾ എന്താണ് ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഡബിൾ എൻട്രി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ABC കമ്പനി sold goods worth $500 to R&A traders. R&A traders എന്ന് പറയുന്ന ഒരു ബിസിനസ്സിന് ABC കമ്പനി എന്ത് ചെയ്തു? $500 വരുന്ന ഗുഡ്സ് സെല് ചെയ്തു. നമ്മളിവിടെ ആരാണ്? ABC കമ്പനിയാണ്. ക്ലിയർ ആണോ? ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ R&A ട്രേഡേഴ്സ് എന്നുള്ള പേരെന്താണ്? മിസ്സിംഗ് ആണ്. സെയിൽസ് ഇൻവോയ്സിൽ അത് കാണാനില്ല, അല്ലെങ്കിൽ അത് പ്രിന്റ് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി. നിങ്ങളുടെ മുൻപിൽ ഒരു സെയിൽസ് ഇൻവോയ്സ് വരുന്നുണ്ട്, സെയിൽ നടന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിലാണ്, $500 ആണ്. പക്ഷെ അവിടെ ഓപ്പോസിറ്റ് പാർട്ടി കസ്റ്റമർ ആരാന്ന് അറിയുന്നില്ല. സോ ആക്ച്വലി എന്താണ് നമ്മൾ ചെയ്യാറുള്ളത് ഒന്ന് പറയും. ആക്ച്വലി നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? എൻട്രി, ഒരു സെയിൽ നടന്നാലുള്ള എൻട്രി എന്താണ്? നമ്മൾ സാധാരണ ചെയ്യും, ക്രെഡിറ്റ് സെയിൽസ് എന്ന് എഴുതും, ഡെബിറ്റ് ട്രേഡ് റിസീവബിൾസ് ലെഡ്ജർ, അല്ലേ? ലെഡ്ജറിൽ ഏതാണോ കസ്റ്റമറുടെ അക്കൗണ്ട് അതിലാണ് സാധാരണ ഡെബിറ്റ് ചെയ്യാറുള്ളത്. ആക്ച്വലി ഇവിടെ ചെയ്യേണ്ടത് R&A ട്രേഡേഴ്സ് ആയിരുന്നു. ട്രേഡ് റിസീവബിൾസിൽ ഡെബിറ്റ് R&A ട്രേഡേഴ്സ് എന്ന് പറയുന്ന റിസീവബിൾസ് അക്കൗണ്ടിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് $500. ഇങ്ങനെ ആയിരുന്നു കറക്റ്റ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ബുക്കിൽ എന്ത് മിസ്സിംഗ് ആണ്? കസ്റ്റമർ ആരാണെന്നുള്ള പേര് മിസ്സിംഗ്, R&A ട്രേഡേഴ്സ് എന്നുള്ള പേര് എന്താണ്? മിസ്സിംഗ് ആണ്. അപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ടത് ട്രേഡ് റിസീവബിൾസ് ലെഡ്ജറിൽ R&A ട്രേഡേഴ്സ് എന്ന് പറയുന്ന സബ് ലെഡ്ജറിലായിരുന്നു. ക്ലിയർ അല്ലേ? R&A ട്രേഡേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ്, അതാണ് കസ്റ്റമർ ക്യാഷ് തരാനുള്ള റിസീവബിൾസിന്റെ പേരാണ് R&A ട്രേഡേഴ്സ്. അതിലായിരുന്നു ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ആ പേര് ഇൻവോയ്സിൽ മിസ്സിംഗ് ആണ്. നമുക്കിത് എവിടെ അക്കൗണ്ട് ചെയ്യണം എന്ന് അറിയുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ക്രെഡിറ്റ് എൻട്രി അറിയാം. ക്രെഡിറ്റ് എൻട്രി അറിയാം. എന്താണ്? സെയിൽസ് റവന്യൂ എത്ര? $500. ഡെബിറ്റ് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ സീനിയർ ചേട്ടന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ നമ്മളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു, ഇത് ഡെബിറ്റ് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇൻവോയ്സിൽ പേര് മിസ്സിംഗ് ആണ്. അപ്പോൾ അവർ നമ്മളോട്, നമ്മളുടെ സീനിയർ റിപ്ലൈ പറഞ്ഞു, എന്ത്? ഞാൻ ക്ലയൻറ്റിന് ചോദിച്ചിട്ട് പറയാം, ആരാണ് കസ്റ്റമർ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. തൽക്കാലം നീ ഇപ്പോൾ അത് എവിടെ ഇട്ടോ? സസ്പെൻസിൽ ഇട്ടോ. എന്നിട്ട് ആരാണ് കസ്റ്റമർ എന്ന് അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നേരെ സസ്പെൻസിൽ നിന്ന് ഒഴിവാക്കിയിട്ട് കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ അഥവാ ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ക്ലിയർ ആണ്? സോ ഡെബിറ്റ് R&A ട്രേഡേഴ്സ് ആയിരുന്നു. R&A ട്രേഡേഴ്സ് ആണ് ട്രേഡ് റിസീവബിൾസിന്റെ പേര്. R&A ട്രേഡേഴ്സ് ആയിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ അത് അറിയില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ എവിടെ ഇട്ടു? സസ്പെൻസ് അക്കൗണ്ടിൽ ഇട്ടു, 500. ക്ലിയർ ആണോ? എന്നിട്ട് നമ്മളുടെ സീനിയർ ചേട്ടൻ പറഞ്ഞു, എന്ത്? അവര് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ആ കസ്റ്റമർ സെയിൽസ് ഇൻവോയ്സിലെ നമ്പറൊക്കെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, കസ്റ്റമർ R&A ട്രേഡേഴ്സ് ആണെന്ന്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? അത് R&A ട്രേഡേഴ്സ് ആയിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സസ്പെൻസ് അക്കൗണ്ട് ഒഴിവാക്കിക്കൂടെ? ഇത് താൽക്കാലികമായിട്ട് അറിയാത്ത അൺസർട്ടൻ ട്രാൻസാക്ഷൻസ് അക്കൗണ്ട് ചെയ്യാനുള്ള അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്.
അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ ഡെബിറ്റ് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സസ്പെൻസ് അക്കൗണ്ട് ഒഴിവാക്കി. അതെവിടെയായിരുന്നു യഥാർത്ഥത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്? അറിയാതെ പോയതല്ലേ. ഡെബിറ്റ് എന്തായിരുന്നു? ട്രേഡ് റിസീവബിൾസ്. എന്തായിരുന്നു റിസീവബിൾസിന്റെ പേര്? R&A ട്രേഡേഴ്സ്. എത്രയായിരുന്നു? 500. ക്ലിയർ ആണോ? സോ ഇതായിരുന്നു നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ. സോ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടെമ്പററി അക്കൗണ്ട്. ആ ടെമ്പററി അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അൺസർട്ടൈൻ ട്രാൻസാക്ഷൻസ് അക്കൗണ്ട് ചെയ്യുന്നത്. നമുക്കൊരു അക്കൗണ്ടിൽ ഒരു ഡെബിറ്റോ ക്രെഡിറ്റോ അറിയില്ല. എവിടെ ഡെബിറ്റ് ചെയ്യണം, എവിടെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളെ അക്കൗണ്ട് ചെയ്യുന്ന ഒരു ടെമ്പററി അക്കൗണ്ട് ആണ് സസ്പെൻസ് അക്കൗണ്ട്. ഇതിന് എലമെന്റ് ഉണ്ടോ? ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ, അസറ്റ് ആണോ, ഇക്വിറ്റി ആണോ, ലയബിലിറ്റി ആണോ? അല്ല, ഇതിന് അക്കൗണ്ട് ഇല്ല. കാരണം ഇത് ടെമ്പററി അക്കൗണ്ട് ആണ്. നമ്മൾ ട്രയൽ ബാലൻസ് ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ഒഴിവാക്കും. എറർ കറക്റ്റ് ചെയ്യുമ്പോൾ ഇത് ഒഴിവാക്കും. ഇത് SOFP SOP നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അക്കൗണ്ട് ചെയ്യുന്നില്ല. സോ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി അക്കൗണ്ട് ആണ്. ആ ടെമ്പററി അക്കൗണ്ടിൽ എന്താണ്? അൺസർട്ടൈൻ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാണ്? നമ്മൾ അവിടെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്. സോ അൺസർട്ടൈൻ ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി അക്കൗണ്ട് മാത്രമാണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ നമ്മൾ പ്രീവിയസ്ലി FAയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മുൻപൊക്കെ FAയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയൽ ബാലൻസ് ടാലി ആക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സസ്പെൻസ് ഉപയോഗിക്കും എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് സാധാരണ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്? ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ലെഡ്ജറിലെയും ഡെബിറ്റ് സൈഡ് ക്ലോസിംഗ് ബാലൻസ് വരുന്നതും ക്രെഡിറ്റ് സൈഡ് വരുന്ന എല്ലാ ലെഡ്ജേഴ്സും നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസ് റവന്യൂ ഉണ്ടായിരിക്കും, ട്രേഡ് റിസീവബിൾസ് ഉണ്ടായിരിക്കും, ട്രേഡ് പേയബിൾസ് ഉണ്ടായിരിക്കും, റെന്റ് എക്സ്പെൻസ് ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇപ്പോൾ സെയിൽസ് റവന്യൂ എലമെന്റ് ഇൻകം ആയതുകൊണ്ട് ബാലൻസ് ക്രെഡിറ്റ് ആയിരിക്കും വരുന്നത് 1000. ട്രേഡ് റിസീവബിൾ എലമെന്റ് അസറ്റ് ആയതുകൊണ്ട് ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 500 ഉണ്ട്. ട്രേഡ് പേയബിൾസ് എലമെന്റ് ലയബിലിറ്റി ആയതുകൊണ്ട് ബാലൻസ് ക്രെഡിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 200. ക്ലിയർ അല്ലേ? റെന്റ് എക്സ്പെൻസ് എലമെന്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും. എത്രയാണ്? 500. സോ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ 1200. ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ ബട്ട് എത്രയേ ഉള്ളൂ? 1000 ഉള്ളൂ. അവിടെ ഒരു 200 എന്താണ്? മിസ്സിംഗ് ആണ്. സോ ഇവിടെ ഒരു സസ്പെൻസ്. അപ്പൊ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ അല്ല ലെഡ്ജറിലെ ബാലൻസ്. ദാറ്റ് മീൻസ് നമ്മളുടെ ഡബിൾ എൻട്രി, നമ്മൾ ലെഡ്ജറിൽ ഡെബിറ്റും ക്രെഡിറ്റും എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ അല്ല. സോ ആ സിറ്റുവേഷനിൽ താൽക്കാലികമായിട്ട് ആ തെറ്റ് കണ്ടെത്തുന്നത് വരെ താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സസ്പെൻസ് എന്ന് പറഞ്ഞൊരു 200 ഇടും. ഇപ്പൊ ട്രയൽ ബാലൻസ് എന്തായി? ടാലിയായി. ക്ലിയർ ആണോ? ഇങ്ങനെയും ചെയ്തിരുന്നു. പക്ഷെ പ്രാക്ടിക്കലി ഈ സിറ്റുവേഷൻ വരില്ല. നാളെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അല്ലേ, സോഫ്റ്റ്വെയർസിൽ ഡെബിറ്റും ക്രെഡിറ്റും കൃത്യമായിട്ട് അക്കൗണ്ടുകൾ മാറിയാലും കുഴപ്പമില്ല, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ വാല്യൂ എഴുതിയാലേ സോഫ്റ്റ്വെയറിൽ അതെന്താവുള്ളൂ? എൻ്റർ ആകുള്ളൂ. അതുകൊണ്ട് ആൾവേസ് ഡെബിറ്റ് ഈക്വൽ ടു എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവാത്ത സിറ്റുവേഷൻ പ്രാക്ടിക്കലി എന്ത് ചെയ്യില്ല? വരില്ല. സോ നമ്മൾ കറന്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിങ്ങൾ പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രയൽ ബാലൻസ് ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആൾമോസ്റ്റ് വരില്ല. ക്ലിയർ ആണോ? നമ്മൾ എന്തിനാണ് സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യാറ്? ഈ സിറ്റുവേഷൻ വരാറില്ല. ഈ സിറ്റുവേഷന് വേണ്ടിയിട്ടാണ്. ഒരു ട്രാൻസാക്ഷന് ഏത് അക്കൗണ്ടിൽ അതിന്റെ ഡെബിറ്റ് വരും അല്ലെങ്കിൽ ക്രെഡിറ്റ് വരും, ഇതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് അറിയില്ല എങ്കിൽ ആ അക്കൗണ്ട് താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ എമൗണ്ട് താൽക്കാലികമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. കൃത്യം ഡെബിറ്റ് എവിടെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യും, എന്നിട്ട് ആ അക്കൗണ്ടിലോട്ട് മാറ്റും. ക്ലിയർ ആണോ? ഇതായിരുന്നു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എറർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എറേഴ്സ് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് വരുന്നതാണ്. മോസ്റ്റ് ഓഫ് ദി ഡിഫിക്കൽട്ട് ആയിട്ട് ഒരുപാട് തവണ നമ്മൾ യൂട്യൂബ് വീഡിയോസിൽ തന്നെ കമന്റുകളിലൊക്കെ സ്റ്റുഡൻസ് പറയുന്നതാണ് സസ്പെൻസ് അക്കൗണ്ടിന്റെ വീഡിയോ ചെയ്യോ ഇല്ല എന്നുള്ളത്. സോ സസ്പെൻസിന്റെയും എറേഴ്സിന്റെയും വീഡിയോ ചെയ്യോ എന്നുള്ളത്. സോ എറേഴ്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. സോ ഇവിടെ ഞാനൊരു 5 ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ എറർ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ കപ്ലാൻ ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ഞാനും പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഷുഡ് ഡു എന്നുള്ള ഒരു ഹെഡിങ് കൊടുക്കുക. പിന്നെ ഡിഡ് ഡു എന്ന് പറയുന്ന മറ്റൊരു ഹെഡിങ് കൊടുക്കുക. ടു കറക്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ഹെഡിങ് കൊടുക്കുക. ഷുഡ് ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറക്റ്റായിട്ട് ചെയ്യേണ്ടിയിരുന്നത്.
കറക്റ്റായിട്ട് ചെയ്തതല്ല, ചെയ്യേണ്ടിയിരുന്നത്. ഡിഡു എന്താണ്? അവര് ചെയ്തത്. അവർ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമല്ലോ, ആ ചെയ്തതാണ് ഡിഡു. ഷുഡ് എന്താണ്? ചെയ്യേണ്ടിയിരുന്നത്. ടു കറക്റ്റ് എന്ന് പറയുമ്പോഴോ, അപ്പൊ അവരൊരു തെറ്റായിട്ടൊരു കാര്യം ഡിഡുവിൽ ചെയ്തിട്ടില്ലേ, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള എൻട്രിയാണ് നമ്മൾ അവിടെ എഴുതുന്നത്. സോ ഫസ്റ്റ് വൺ നോക്കാം. എല്ലാവരും നേരെ ശ്രദ്ധിക്കുക. എ പേയ്മെന്റ് ഓഫ് $500 ടു എ ക്രെഡിറ്റ് സപ്ലയർ എക്സ് ഹാഡ് ബീൻ കറക്റ്റ്ലി എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. നമ്മൾ സപ്ലയറിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അത് ക്യാഷ് അക്കൗണ്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, $500. അപ്പൊ അവർ ചെയ്യുന്നത് എന്താണ്? ഡിഡു ആണ്. ചെയ്യേണ്ടിയിരുന്നതാണ് ഷുഡു. അപ്പൊ നമ്മൾ ഡിഡു ആണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കാം. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര? $500. ബട്ട് നോ അതർ എൻട്രീസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദി പേയബിൾസ് അക്കൗണ്ട്. ബട്ട് അവർ പേയബിൾസ് അക്കൗണ്ടിൽ എന്ത് ചെയ്തില്ല? ചെയ്തില്ല. കൊടുക്കാനുള്ള ഒരു സപ്ലയറിന് അയാളുടെ കടം കൊടുത്തു കൂട്ടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കേണ്ടത്? ക്രെഡിറ്റ് ക്യാഷ്, ലയബിലിറ്റി കുറയല്ലേ, ലയബിലിറ്റിയുടെ ബാലൻസ് ക്രെഡിറ്റ് അല്ലേ, അത് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ട്രേഡ് പേയബിൾസ് ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ഇവർക്ക് ഡെബിറ്റ് എവിടെയെന്ന് അറിയില്ല, അവരല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, താൽക്കാലികമായിട്ട് അതെവിടെ പോസ്റ്റ് ചെയ്യാം? സസ്പെൻസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. ആൾവേസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ആവണ്ടേ, എന്നാലല്ലേ അവിടെ ഡബിൾ എൻട്രി കംപ്ലീറ്റ് ആവുന്നത്. സോ ഡെബിറ്റ് നമുക്ക് എവിടെ എഴുതാം? ഡെബിറ്റ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പൊ എന്ത് എഴുതാം? ഡെബിറ്റ് സസ്പെൻസ് അക്കൗണ്ട് $500. ഇതാണ് അവർ ചെയ്തത്, ഡിഡു. ആക്ച്വലി എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ക്രെഡിറ്റ് ക്യാഷ് എത്ര തന്നെയാണ്? 500 തന്നെയാണ്. ക്രെഡിറ്റ് ക്യാഷ് എത്ര തന്നെയാണ്? 500 തന്നെയാണ്. ഡെബിറ്റ് എന്തായിരുന്നു? ആർക്കാ കാശ് കൊടുക്കാൻ? സപ്ലയറിനായിരുന്നു. സപ്ലയറിന്റെ ബാലൻസ് എവിടെ എഴുതുന്നത്? ട്രേഡ് പേയബിൾസിലായിരുന്നു. അപ്പൊ എലമെന്റ് ലയബിലിറ്റി ആണ്, ബാലൻസ് ക്രെഡിറ്റ് ആണ്. ആ ക്യാഷ് കൊടുത്തു, ദാറ്റ് മീൻസ് ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റിയുടെ ബാലൻസ് ക്രെഡിറ്റ് അല്ലേ, അത് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഡെബിറ്റ് ട്രേഡ് പേയബിൾസ് ആയിരുന്നു. എത്രയായിരുന്നു ഡെബിറ്റ് ട്രേഡ് പേയബിൾസ്? 500 ആയിരുന്നു. ഇതായിരുന്നു എന്ത് വരുന്നത്? ഷുഡ് വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നേരെ ശ്രദ്ധിക്കാം. ഇവിടെ കറക്ഷൻ എൻട്രി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, നേരെ ശ്രദ്ധിക്കാം. പലപ്പോഴും നമുക്കിത് സിമ്പിൾ ആയിട്ട് എഴുതാം. ക്യാഷും ക്യാഷ് ഈക്വൽ ആണ്, സസ്പെൻസ് ഒഴിവാക്കിയിട്ട് ട്രേഡ് പേയബിൾസ് എന്ന് എഴുതാം. പക്ഷെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും സ്റ്റുഡൻസിന്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നവർ കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് എഴുതാം, നോ പ്രോബ്ലം. പക്ഷെ ഒന്ന് സമയം എടുത്താലും ഒരിക്കലും മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ എങ്ങനെ നമുക്കത് ക്ലിയർ ചെയ്യാമെന്ന് നേരെ ശ്രദ്ധിക്കാം. ഓക്കെ, ഡിഡു അല്ലേ അവർ ചെയ്തത്? അത് തെറ്റല്ലേ? ഡിഡു അല്ലേ അവർ ചെയ്തത്? അത് തെറ്റാണ്. സോ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്താണോ അവർ ചെയ്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. അവർ ഡെബിറ്റ് സസ്പെൻസ് ഇട്ടില്ലേ, അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് സസ്പെൻസ് അക്കൗണ്ട് എത്രയാണ്? 500 ആണ്. ക്ലിയർ അല്ലേ? ക്രെഡിറ്റ് സസ്പെൻസ് എത്രയാണ്? 500 ആണ്. ഇനി നേരെ ശ്രദ്ധിക്കാം. ക്രെഡിറ്റ് ക്യാഷ് അല്ലേ, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഡെബിറ്റ് ക്യാഷ്. എത്ര ഡെബിറ്റ് ക്യാഷ്? $500. ക്ലിയർ ആണോ? സോ ഡെബിറ്റ് സസ്പെൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സസ്പെൻസ് ഇട്ടു. ക്രെഡിറ്റ് ക്യാഷ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ക്യാഷ് 500 ഇട്ടു. ഇപ്പൊ എന്താ സംഭവിച്ചത്? അവരെന്താണോ ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്തപ്പോൾ ഡിഡു ക്യാൻസലായി. ഏത് ക്യാൻസലായി? ഡിഡു ക്യാൻസലായി. ഇനി ഏത് ചെയ്യണം? ഷുഡു. ഇതല്ലേ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടിയിരുന്നത്, അത് അതുപോലെ അങ്ങ് എഴുതാം. സോ എന്ത് വരും? ഡെബിറ്റ് ട്രേഡ് പേയബിൾസ്. അത് ഓപ്പോസിറ്റ് അല്ല കേട്ടോ, അത് അവർ ഇൻപുട്ട് ചെയ്യാത്തതാ, ചെയ്യേണ്ടിയിരുന്ന കറക്റ്റ് ആണ്. ആ കറക്റ്റ് അതുപോലെ എഴുതാം. ഡിഡു ഓപ്പോസിറ്റ് എഴുതാം, ഷുഡു അതുപോലെ എഴുതാം. ഡെബിറ്റ് ട്രേഡ് പേയബിൾസ് എത്ര വരും? 500 വരും. ക്രെഡിറ്റ് ക്യാഷ് എന്ത് വരും? 500 വരും. ക്ലിയർ അല്ലേ? ഇതാണ് ആക്ച്വൽ കറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. ഇത് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായി, പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആണോ? ഇതാണ് നമ്മളുടെ കറക്ഷൻ എൻട്രി. ഡിഡു അവർ ചെയ്തത്, അതിനെ ഷുഡുവിലോട്ട് മാറ്റണം, അതിനു വേണ്ടി ചെയ്യുന്ന എൻട്രിയാണ് കറക്ഷൻ എൻട്രി. ഈ രണ്ട് എൻട്രീസ്. ക്ലിയർ ആണോ? സോ നമുക്ക് ഇതിനൊന്നും കൂടെ ഒന്ന് ഷോർട്ട് ചെയ്യാം. നമ്മൾ 2 എൻട്രി ആയിട്ടല്ലേ എഴുതിയത്. ഇവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ക്യാഷ് എന്നുള്ള അക്കൗണ്ട് ഒന്നിൽ കൂടുതൽ തവണ വരുന്നുണ്ടോ? യെസ്. ഡെബിറ്റ് സൈഡിലും വരുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡിലും വരുന്നുണ്ട്. സോ ക്യാഷ് അക്കൗണ്ട് ഒന്നിൽ കൂടുതൽ തവണ വന്നു. ക്ലിയർ അല്ലേ?
ക്യാഷിന്റെ ബാലൻസ് ഡെബിറ്റും ക്രെഡിറ്റും ഓപ്പോസിറ്റ് ബാലൻസ് വന്നാൽ, ഡെബിറ്റും ക്രെഡിറ്റും വന്നാൽ ഓപ്പോസിറ്റ് ബാലൻസ് വന്നാൽ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. എമൗണ്ട് 500 ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ 500 - 500 എന്തായി മാറി? 0 ആയി മാറി. ഇനി ഡെബിറ്റ് ടു ഡെബിറ്റ് ആയിരുന്നു വന്നതെങ്കിലോ ആഡ് ചെയ്യണം. 500 ആഡ് ചെയ്യണം. ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഒരേ അക്കൗണ്ട് വന്നത് കാരണം അത് ക്യാൻസൽ ചെയ്യണം, 0 ആയി പോകും. സോ നമ്മൾ ഇവിടെ എന്ത് ഒഴിവാക്കുകയാണ്? ക്യാഷ് അക്കൗണ്ട് ഒഴിവാക്കുകയാണ്. സോ ഇവിടെ ബാക്കി എന്തൊക്കെയാണ് വരുന്നത്? പേയബിൾസ് ഒന്നിൽ കൂടുതൽ തവണ വരുന്നുണ്ടോ? ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. സസ്പെൻസ് ഒന്നിൽ കൂടുതൽ തവണ വരുന്നുണ്ടോ? ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ കറക്റ്റ് എൻട്രി എന്താണ്? ഡെബിറ്റ്, ട്രേഡ്, പേയബിൾസ്, ക്രെഡിറ്റ്, സസ്പെൻസ്. ഇങ്ങനെയാണ് കറക്ഷൻ എൻട്രി വരുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, നേരെ ശ്രദ്ധിക്കാം. എങ്ങനെയായിരുന്നു നമ്മളുടെ ഹെഡിങ്? എങ്ങനെയായിരുന്നു വരുന്നത് ഒന്ന് പറയണേ. ഷുഡു എന്തായിരുന്നു? ഷുഡു ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഡിഡു ചെയ്തത്, തെറ്റായി ചെയ്തത്. തേർഡ് വൺ എന്തായിരുന്നു? ടു കറക്റ്റ്. ടു കറക്റ്റ് മീൻസ് എന്താണ്? കറക്ഷൻ എൻട്രി. കറക്ഷൻ എൻട്രി എന്താണ്? ഡിഡുവിനെ ഷുഡുവിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ട എൻട്രിയാണ് കറക്റ്റ് എൻട്രി. ക്ലിയർ ആണോ? സോ ഇവിടെ സെക്കൻഡ് വൺ നോക്കാം. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ നേരെ ശ്രദ്ധിക്കുക. When a motor vehicle had been purchased during the year, the bookkeeper did not know what to do with the debit entry. ഒരു എന്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്? മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ എന്താണ് നിങ്ങളൊന്ന് പറയൂ, കറക്റ്റ് എൻട്രി എന്താ? ഷുഡ് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഒരു മോട്ടോർ വെഹിക്കിൾ വാങ്ങിയാൽ വളരെ സിമ്പിൾ അല്ലേ? PP ആണ് വാങ്ങിയത്, എലമെന്റ് അസറ്റ് ആണ്, ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്, വിൽക്കാനല്ല. ഡെബിറ്റ് PP അല്ലെ? മോട്ടോർ വെഹിക്കിൾ അക്കൗണ്ട്, എലമെന്റ് അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് മോട്ടോർ വെഹിക്കിൾ അക്കൗണ്ട്. ക്രെഡിറ്റ് എന്തായിരുന്നു? ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്. ക്ലിയർ അല്ലേ? ക്രെഡിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്. എത്ര എമൗണ്ട് വരുന്നത്? 1575. ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്തായിരുന്നു അവർ ചെയ്യുന്നത്? അവർക്ക് ഡെബിറ്റ് എൻട്രി അറിയില്ല. ഡെബിറ്റ് എൻട്രി അറിയാത്തത് കാരണം എന്ത് ചെയ്തു? ഡെബിറ്റ് സസ്പെൻസ് ക്രെഡിറ്റ് ബാങ്ക് എന്നാണ് ചെയ്തത്. സോ ഡെബിറ്റ് സസ്പെൻസ് ക്രെഡിറ്റ് ബാങ്ക് ഇതാണ് അവർ ചെയ്തത്. സോ ക്രെഡിറ്റ് ബാങ്ക് ഏതൊരു ചെറിയ ജൂനിയർ അക്കൗണ്ടന്റ് ആണെങ്കിലും പൈസ പോയാൽ ക്രെഡിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ അവർ ചെയ്തു ക്രെഡിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്. അവർ ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് എഴുതിയെന്ന് മാത്രം. 1575. ഡെബിറ്റ് എന്താണ്? അവർക്ക് അറിയാത്തത് കാരണം അവർ തൽക്കാലം എവിടെ ഇൻപുട്ട് ചെയ്തു? സസ്പെൻസിൽ ഇൻപുട്ട് ചെയ്തു. എങ്ങനെ? 1575. ക്ലിയർ അല്ലേ? സോ എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യാം എന്ന് നോക്ക്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ എങ്ങനെ കറക്റ്റ് ചെയ്യാം. ഡിഡു കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇത് ക്യാൻസൽ ചെയ്യണം. ഇത് തെറ്റാ, അവർ ചെയ്തത് തെറ്റാ. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എഴുതുക. സോ ഡെബിറ്റ് സസ്പെൻസ് എന്തായി മാറും? ഞാൻ ഇവിടെ ടു കറക്റ്റ് നേരെ താഴെ എഴുതുന്നുണ്ട്, ഇവിടെ സ്പേസ് ഇല്ലാത്തത് കാരണം. ഡെബിറ്റ് സസ്പെൻസ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ക്രെഡിറ്റ് സസ്പെൻസ്. എത്രയാണ്? 1575. ക്ലിയർ അല്ലേ? ക്രെഡിറ്റ് ക്യാഷിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്. എത്രയാണ്? 1575. അപ്പൊ ഈ എൻട്രി എഴുതിയപ്പോൾ അവർ തെറ്റായി ചെയ്തത് അങ്ങ് ക്യാൻസലായി. അവരെന്താണോ ചെയ്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തു, അതങ്ങ് ക്യാൻസലായി. ഇനി ഷുഡു ഇതായിരുന്നു കറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്, അത് അതുപോലെ അങ്ങ് എഴുതുക. അത് ഓപ്പോസിറ്റ് അല്ല കേട്ടോ, കറക്റ്റ് ആയതാണ്, കറക്റ്റാണ് ചെയ്യേണ്ടിയിരുന്നത്, അത് അതുപോലെ അങ്ങ് എഴുതുക. സോ എന്ത് എഴുതണം? ഡെബിറ്റ് മോട്ടോർ വെഹിക്കിൾ എത്രയാണ്? 1575. ക്രെഡിറ്റ് എന്തായിരുന്നു? ക്യാഷ് അറ്റ് ബാങ്ക് എത്രയായിരുന്നു? 1575. ഇവിടെ ഒരേപോലെയുള്ള അക്കൗണ്ട് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താലോ. ഫസ്റ്റ് അക്കൗണ്ട് ഏതായിരുന്നു? ക്യാഷ് അറ്റ് ബാങ്ക് ആയിരുന്നു. ഇവിടെയും ക്യാഷ് അറ്റ് ബാങ്ക് വരുന്നുണ്ട്, ഇവിടെയും എന്ത് വരുന്നുണ്ട്? ക്യാഷ് അറ്റ് ബാങ്ക് വരുന്നുണ്ട്. സെയിം അക്കൗണ്ട് വന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ബാലൻസുകൾ നോക്കുക. ഡെബിറ്റും ക്രെഡിറ്റും ആണ്. ഡെബിറ്റും ക്രെഡിറ്റ് ഓപ്പോസിറ്റ് ബാലൻസ് വരുമ്പോൾ അതിന്റെ എമൗണ്ടുകൾ മൈനസ് ചെയ്യണം. 1575 മൈനസ് 1575. ഇനി രണ്ട് ക്യാഷ് അക്കൗണ്ടിലും ഡെബിറ്റും ആയിരുന്നെങ്കിൽ ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഈ എൻട്രിയിൽ ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട് 2 തവണ ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. ഡെബിറ്റും ക്രെഡിറ്റ് ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതിന്റെ അക്കൗണ്ടുകൾ തമ്മിൽ മൈനസ് ചെയ്യണം. 1575 മൈനസ് 1575 എന്തായി? 0. അപ്പൊ ഏത് ഒഴിവാക്കണം? ക്യാഷ് അറ്റ് ബാങ്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അത് ക്യാൻസൽ ആയിപ്പോയി. ഇനി മോട്ടോർ വെഹിക്കിൾ ഒന്നിൽ കൂടുതൽ തവണ ഉണ്ടോ? ഇല്ല. സസ്പെൻസ് ഒന്നിൽ കൂടുതൽ തവണ ഉണ്ടോ? ഇല്ല. അപ്പൊ ഏത് മാത്രമേ ഉള്ളൂ? ഡെബിറ്റ് മോട്ടോർ വെഹിക്കിൾ ക്രെഡിറ്റ് സസ്പെൻസ്. അപ്പൊ കറക്റ്റ് എൻട്രി എന്താണ് വരുന്നത്? ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റി എഴുതിയ കറക്ഷൻ എൻട്രി വരുന്നത്
ഡെബിറ്റ് മോട്ടോർ വെഹിക്കിൾ അക്കൗണ്ട്, ക്രെഡിറ്റ് സസ്പെൻസ് അക്കൗണ്ട്. എത്രയായിരുന്നു എമൗണ്ട് വരുന്നത്? 1575. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇങ്ങനെയായിരുന്നു നമ്മളുടെ എറർ കറക്ഷൻ. ഷുഡു കറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്, ഡിഡു അവർ തെറ്റായി ചെയ്തത്. ടു കറക്റ്റ് എന്ന് പറയുമ്പോൾ അവർ തെറ്റായി ചെയ്ത ഡിഡുവിനെ ഷുഡുവിലോട്ട് കറക്റ്റായി ചെയ്യേണ്ട എൻട്രിയിലോട്ട് മാറ്റുന്ന എൻട്രിയാണ് ടു കറക്ഷൻ എൻട്രി എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്തത്? എന്താണോ ഡിഡുവിൽ ചെയ്തത് അത് നേരെ ഓപ്പോസിറ്റ് എഴുതുക. എന്താണോ ഷുഡുവിൽ ചെയ്യേണ്ടിയിരുന്നത് അത് കറക്റ്റ് അതുപോലെ എഴുതുക. ആ ലിസ്റ്റിൽ ഒന്നിൽ കൂടുതൽ തവണ ഒരു അക്കൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ബാലൻസുകൾ ചെക്ക് ചെയ്യുക. ഡെബിറ്റും വരുന്നതാണെങ്കിൽ എമൗണ്ട് ആഡ് ചെയ്യുക. ഡെബിറ്റും ക്രെഡിറ്റും വരുന്നതാണെങ്കിൽ എമൗണ്ടുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. ക്ലിയർ അല്ലേ? 0 ആകുകയാണെങ്കിൽ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യുക. ബാക്കിയുള്ള അക്കൗണ്ടുകൾ മാത്രം എടുത്തെഴുതുക. അതാണ് അതിന്റെ കറക്ഷൻ എൻട്രി വരുന്നത്. സോ എന്താണ് സസ്പെൻസ് അക്കൗണ്ട്, അതുപോലെ തന്നെ എന്താണ് എറർ കറക്ഷൻ എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു.